ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിസിക്സ് എക്സാം ആണ്. നിങ്ങൾക്ക് നാളെ ഞാൻ വീഡിയോ ചെയ്യുന്നു +2-ക്കാണ്. നാളെ അവർക്ക് ഫിസിക്സ് എക്സാം ആണ് ആൻഡ് ഫസ്റ്റ് ക്രിസ്മസ് എക്സാം ആണ് ആൻഡ് ഇവ കോൺഫിഡൻസ് കൂട്ടിയെടുക്കേണ്ട ഒരു എക്സാം കൂടെയാണ്. ഫസ്റ്റത്തെ എക്സാം അത് എങ്ങനെ എഴുതുന്നു അതുപോലെ ഇരിക്കും ബാക്കിയുള്ള എക്സാമും. സോ പിന്നെ ഒരു കാര്യം പറയാം, ക്രിസ്മസ് എക്സാം ആണ് എന്നും പറഞ്ഞ് നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു എക്സാം, ഒരു മോഡൽ എക്സാം ആയിട്ട് തന്നെ കണ്ടാൽ മതി. ഓവർ സ്ട്രെസ് അടിക്കേണ്ട. നിങ്ങൾ പഠിക്കാത്തവര് അയ്യോ ഇനി എന്ത് ചെയ്യും, ഉള്ളത് പഠിച്ചുകൊണ്ട് പോവുക, അറിയാവുന്നത് എഴുതുക, ഇത്രേ ഉള്ളൂ. സോ ഇനി എങ്ങനെ ഫിസിക്സ് എക്സാമിന് റിവൈസ് ചെയ്യാം, എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറയാം. ആൻഡ് നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ആൻഡ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ പേര് ഞാൻ ലിസ്റ്റ് പറയാം. ഓൾട്ടർനേറ്റീവ് കറണ്ട് സിമ്പിളാണ്. പിന്നെ എനിക്കൊരു ഓൾട്ടർനേറ്റീവ് കറണ്ട് ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് പിന്നെ കുറേ മൈക്രോവേവ് റേഡിയോ വേവിൻ്റെ ഒരു ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അത് അത്യാവശ്യം സിമ്പിളാണ്. തിയറി പോർഷൻസ് ആണ്, നമുക്ക് അത്യാവശ്യം പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ്. സോ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തിയറി ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ എക്സാമിന് തലേദിവസം പഠിച്ചാൽ മതി. അത് വലിയ സീനില്ല. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അത് ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ന്യൂമറിക്കൽസ് വർക്കൗട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾ എന്താ പറയുക, ഡെറിവേഷൻസ്, ഈ സംഭവം നിങ്ങൾ ക്ലിയറായിട്ട് കേൾക്കുക. നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ ഡെറിവേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം ഉറപ്പ് വരുത്തണം. പ്ലസ് നിങ്ങൾ അത് റിവൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ഉറപ്പ് വരുത്തണം. അതായത് നിങ്ങൾ ഡെറിവേഷൻസ് വൃത്തിക്ക് എന്താണ് എഴുതി പഠിക്കണം. എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലേ ശരിയാകത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വൃത്തിക്ക് കാര്യങ്ങൾ ഡെറിവേഷൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം റിവൈസ് എന്താണെന്ന് വെച്ചാൽ ഈ തിയറി പോലല്ല ഡെറിവേഷൻ. സംബന്ധിച്ച തിയറി നമുക്ക് എങ്ങനെ ലൈക്ക് തിയറി നമുക്ക് കുറേ ബൈഹാർട്ടിങ് സംഭവം, പക്ഷേ ഇത് ഡെറിവേഷൻസ് കൊണ്ട് നമുക്ക് കൂടുതലും എന്താ പറയുക മനസ്സിലാക്കി ചെയ്ത് പഠിക്കുന്ന ഒരു സംഭവമാണ്. ഡെറിവേഷൻസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. തന്നെ എനിക്ക് അധികം സ്ട്രെസ് എടുക്കേണ്ട കാര്യം വന്നിട്ടില്ല. കാരണം ഡെറിവേഷൻക്ക് എപ്പോഴും സൈലത്തിൻ്റെയോ അല്ലെങ്കിൽ എജുപോർട്ടിൻ്റെയോ എജുപോർട്ടിൻ്റെയും കാണാറില്ല. എന്താണ് കൂടുതൽ ഞാൻ ഫിസിക്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറ് എക്സാമിനറിൻ്റെ അല്ലെങ്കിൽ സൈലത്തിൻ്റെ ആയിരിക്കും. പക്ഷേ സയൻസിൻ്റെ ഡെറിവേഷൻ സ്റ്റെപ്സ് അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ചൂസ് ചെയ്യാറ്. സോ ഡെറിവേഷൻസ് നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ, റേ ഓപ്റ്റിക്സിൻ്റെ ഒക്കെ ഹൈലി വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ് റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ്. അത് ഡെറിവേഷൻസ് ഇഷ്ടം പോലുണ്ട്. സോ അത് നിങ്ങൾ ഇപ്പം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കുറച്ച് സ്റ്റെപ്സൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചു വെക്കുക. ആൻഡ് ഫൈനൽ ഇക്വേഷൻ കൂടെ എഴുതി വെക്കുക. ഫൈനൽ ഇക്വേഷനൊക്കെ എഴുതുന്നതിന് മാർക്കുണ്ട്. ഓക്കെ. ആൻഡ് ന്യൂമറിക്കൽസ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡെറിവേഷൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞോളൂ, റിവൈസ് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തുക. മാക്സിമം ഒരു 5 വട്ടമെങ്കിലും ഒരു ഡെറിവേഷൻ എഴുതി പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുമെന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മറന്നു പോകും. സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഡെറിവേഷൻസ് എഴുതി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഡെറിവേഷൻസിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽസിൻ്റെ കാര്യമാണ്. ഈ ന്യൂമറിക്കൽസിനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻസിനുള്ള സംഭവമാണ്. ആൻഡ് ന്യൂമറിക്കൽസ് കൂടുതലും ചോദിക്കാൻ ചാൻസ് എന്ന് പറയുന്നത് NCERT ഓറിയൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. എനിക്കൊന്നും റേ ഓപ്റ്റിക്സിൽ നിന്നാണ് കൂടുതൽ എനിക്കൊന്നും ന്യൂമറിക്കൽസ് തരാൻ ചാൻസ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് വരും, എല്ലാ ചാപ്റ്റേഴ്സിനും വരും. ബട്ട് റേ ഓപ്റ്റിക്സിൽ നിന്ന് എന്തായാലും ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരും. നല്ല വെയിറ്റേജ് ഉള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരും. ആൻഡ് പ്രിസം വരയ്ക്കാനുള്ള ഒരു ഡെറിവേഷൻ അത് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരും. സോ ഡെറിവേഷൻസ് നിങ്ങൾ ഡെറിവേഷൻ പറഞ്ഞാൽ ഹൈലി സ്കോറബിൾ ആയിട്ടുള്ള വീണ്ടും ഡെറിവേഷൻ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഡെറിവേഷൻ പഠിച്ചിട്ടുള്ളത് നമുക്ക് മാർക്ക് പക്കയായിട്ട് കിട്ടും. ഈ ന്യൂമറിക്കലിന് പോലല്ല. ലൈക്ക് ഇപ്പം നമുക്ക് ഫിസിക്സിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചോദിക്കണമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. പക്ഷെ ഒരിക്കലും എന്താണ് ഡെറിവേഷൻസ് നമുക്ക് ഒരിക്കലും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ല. സംഭവം സുഖമായിട്ട് നമുക്ക് അങ്ങനെ തന്നെ ചോദിക്കും. ഇത് വെച്ചുള്ള ഡെറിവേഷൻ നിങ്ങൾ ഡെറൈവ് ചെയ്തെടുക്കാൻ പറയും. ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നത് ഡെറൈവ് ചെയ്ത് കാണിക്കാൻ പറയും. സോ അതത്രേ ഉള്ളൂ. നമുക്ക് ഡെറിവേഷൻ എഴുതിയാൽ സുഖമായിട്ട് മാർക്ക് കിട്ടും. 5-6 മാർക്ക് ഇഷ്ടം പോലെ. ഒരു പകുതി മാർക്ക്, ഫിസിക്സിൻ്റെ പകുതി മാർക്ക് എന്തിനാണ്
ഡെറിവേഷൻ ആണ്. സോ ഡെറിവേഷൻസ് എല്ലാ ചാപ്റ്ററിലും പഠിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്. പിന്നെയുള്ള ന്യൂമറിക്കൽസ്, ഈ ഇക്വേഷൻസിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽസ് നിങ്ങൾ ചോദിക്കത്തുള്ളൂ. ന്യൂമറിക്കൽസ് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ആയിരിക്കും. അത് എന്ന് വെച്ച് നിങ്ങൾ ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ പോകരുത്. നിങ്ങൾ NCERT ന്യൂമറിക്കൽസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ ഈ ലാസ്റ്റ് നിമിത്തിന് NCERT എവിടെ നിന്ന് എടുത്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നുള്ള സംശയം ടെൻഷൻ ആണെങ്കിൽ വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സൈലത്തിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയൊക്കെ വീഡിയോസ് കാണും. അപ്പോൾ അവരിങ്ങനെ ക്രാക്ക് NCERT എന്തൊക്കെ കുറേ സീരീസ് ഒക്കെ കിടക്കും. ആ സീരീസ് അല്ലെങ്കിൽ ഇന്ന് വരുന്ന വൈകിട്ടുള്ള ലൈവോ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ന്യൂമറിക്കൽസിന് വേണ്ടി മാത്രം ഒരു സെഷൻ വെക്കും, ഒബ്വിയസ്ലി വെക്കും. വെച്ചിട്ട് അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇതാണ് എനിക്ക് പറയാൻ പറ്റിയ ടിപ്സ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽസ്. തിയറി നിങ്ങൾ പറഞ്ഞാൽ അവർ പറയുന്ന തിയറി ഇക്വേഷൻസ് കണക്ക് ഓംസിൽ ആണെങ്കിൽ ഓംസ് എന്താണ്, ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, പിന്നെ കുറേ ലോയും കാര്യങ്ങളുണ്ടല്ലോ, മാഗ്നറ്റിക് കുറേ സംഭവം ലോയും കാര്യമൊക്കെയാണ്. അതൊക്കെ പഠിച്ചുകൊണ്ട് പോകാൻ സിമ്പിളായിട്ടുള്ള ലോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇക്വേഷൻസ് ബൈ ഹാർട്ടിങ് പഠിച്ചുകൊണ്ട് പോകാൻ പകരം നിങ്ങൾ ഡെറൈവ് ചെയ്ത് എടുക്കുന്ന രീതിയിലുള്ള ഇക്വേഷൻ പഠിച്ചുകൊണ്ട് പോകരുത്. പറ്റുകയാണെങ്കിൽ ഇക്വേഷൻ്റെ ടേംസും കൂടെ ഇക്വേഷൻ ഇപ്പം B = I എന്നിട്ട് I എന്താണ്, R എന്താണ്, ഇതൊക്കെ നിങ്ങൾ എന്താണ് പഠിച്ച് വെച്ചുകൊണ്ട് പോകണം. ഓക്കെ, ടേംസ് എന്തായാലും മാറിപ്പോരുത്. പല പല ടേംസ് ഓരോ ഇക്വേഷനിലും വരുന്നുണ്ട്, അപ്പം മാറിപ്പോരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ എനിക്ക് കാര്യം പറയാന്ന് വെച്ചാൽ. നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇത്ര ഉള്ള ടിപ്സ് പറയാനുള്ളത്. ഫിസിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് നിമിത്തം പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പകുതി മാർക്കെങ്കിലും മാർക്കും കിട്ടും. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഇരിക്കും, ഒരു ആവറേജ്, ഇനി നിങ്ങൾ എന്തുമാത്രം പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. അതായത് ഇത് ഓവറായിട്ട് നിങ്ങളൊരു ഇതെടുക്കേണ്ട കാര്യമില്ല, സ്ട്രെസ് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആൻഡ് വീഡിയോ എന്തായാലും